അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു നോക്കൗട്ട്. അപ്പോൾ ഗായ്സ് സോറി, വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഭയങ്കര ബിസി ഷെഡ്യൂൾസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി തുടങ്ങി വീക്കിലി വീഡിയോസ് ഇടുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം പിന്നെ പറയാനുണ്ട്, നമ്മുടെ ആകെ കമ്മ്യൂണിറ്റി ചെറുതാണ്. അപ്പോൾ കുറച്ച് കമന്റ് കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ചാനലിന്റെ റീച്ച് കൂടും. അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് ആണ്, ദൈവത്തോടൊന്ന് കമന്റ് അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം ഈ ഇടുന്ന വീഡിയോക്ക് റീച്ച് ഒന്നും ഇല്ലാണ്ട് ഒരു കൊല്ലത്തിനടുത്ത് ഞങ്ങൾ വീടുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇതിന് കിട്ടിയിട്ടില്ല. ബെനിഫിറ്റ് ഒന്നും ആഗ്രഹിച്ചാലല്ല, പക്ഷെ ചെയ്യുന്ന വീഡിയോക്ക് ഒരു എഫേർട്ടിന് വേണ്ടി ഒരു കമന്റ് ഒരു ലൈക്കെങ്കിലും നിങ്ങൾ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പൊ ഗായ്സ്, ഒരു ക്വിക്ക് വീഡിയോ ആയിരിക്കും. അധികം കാര്യങ്ങളൊന്നും പറയാനുള്ള. UFC 321 ടോം ആസ്പിനാൽ, പിന്നെ ഉമാറിന്റെ പെർഫോമൻസ്, പിന്നെ മലവാണന്റെ ആ ഒരു ഇൻസിഡന്റ് കൂടി മാത്രം പറഞ്ഞ 3 കാര്യങ്ങൾ മാത്രം പറയാനുള്ളൂ. പിന്നെ JDM ഇസ്ലാമായിട്ടൊന്ന് ടച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ഷോർട്ട് വീഡിയോ ആയിരിക്കുള്ളൂ. അപ്പൊ ഗായ്സ്, UFC 321 ഫസ്റ്റ് തന്നെ ഉമാർ വീസസ് ബാറ്റിസ്റ്റുസ്റ്റ ഡാവിന്റെ പെർഫോമൻസ്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഗ്രാപ്ലിംഗ് പോലത്തെ മാച്ചായിരുന്നു. കാരണം സ്ട്രൈക്കിംഗ് അധികം ഉണ്ടായിരുന്നില്ല. ഉമാറിന്റെ ഒരു ഗ്രാപ്ലിംഗ് ഡോമിനേഷൻ തന്നെ ചെയ്യുന്നു. നമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഉമാർ ഇപ്പൊ ബാറ്റിസ്റ്റിനെ ഈ സംഭവം ചെയ്തില്ലേ. സാധാരണ ബാറ്റിസ്റ്റാണ് എല്ലാരെയും ചെയ്യാറുള്ളത്. ക്ലേജിന്റെ അവിടെ പോയിട്ട് ക്ലിൻ ചെയ്ത് പിടിക്കും, റെസ്ലിംഗ് പൊസിഷനിൽ ഡോമിനേറ്റ് ചെയ്യും. പക്ഷെ ആ സാധനം ഉമാർ തിരിച്ച് ചെയ്ത്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു തിങ്ങാണ്. സ്കില്ല് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം സ്റ്റൈലിസ്റ്റിക്കലി ഇങ്ങനെ ഒരാളാ, അങ്ങനെ അവന്റെ വാട്ട് ഹീസ് ഗുഡ് അറ്റ്. ഇപ്പൊ പ്രൈം ജോൺസ് അപ്പോണൻസിനെ അവരുടെ സ്ട്രെങ്തിന് പൊട്ടിക്കുമായിരുന്നു. ഇപ്പൊ DC ഔട്ട് റെസ്ൽ ചെയ്തിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക്. ഇപ്പൊ റയൻ ബേഡറിനെ ആണെങ്കിലും റെസ്ൽ ചെയ്ത്, പിന്നെ മെച്ചീഡേനെ ഔട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലവർ പിഷേറ ഇൻസൈഡ് ദ പോക്കറ്റിൽ ഒരു രക്ഷ ഉണ്ടായില്ല. ആ ഇൻസൈഡ് ദ പോക്കറ്റിൽ ഗ്ലവറിനെ കയറി എൽബോ കയറി കളിച്ച് അങ്ങനെ ജോൺസിന് സംഭവം. അതേപോലെ ഇപ്പൊ ബാറ്റിസ്റ്റയുടെ സ്ട്രോങ്ങസ്റ്റ് എലമെന്റ് എന്താണ്, അതിനകത്ത് കയറി പുള്ളി ഡിഫീറ്റ് ചെയ്ത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മ എന്തൊക്കെ ഉമാറിനെ പറഞ്ഞു കഴിഞ്ഞാലും മെരാബിന് ഇപ്പോഴും ടഫസ്റ്റ് ഫൈറ്റ് കൊടുക്കാവുന്ന ഉമാർ തന്നെയാണ്. നിങ്ങൾ ഒന്ന് ആ ഡിവിഷനിലെ ആൾക്കാരെയൊക്കെ ഒന്ന് ഇങ്ങനെ വിരൽ വെച്ച് കൂട്ടി നോക്കിക്കോ. നിങ്ങൾ എന്തൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അവസാനം മെരാബിന് ടഫസ്റ്റ് ഫൈറ്റ് ഇതുവരെ കൊടുത്തതും ടഫസ്റ്റ് ഫൈറ്റിന് കൊടുക്കാൻ പോണതും ഉമാറാണ്. വേറെ ആരായിട്ടുള്ള ഫൈറ്റ് മെരാബ് ജയിക്കും, ഉമാറായിട്ടുള്ള ഫൈറ്റ് മെരാബ് ജയിക്കുമെന്നായിരിക്കും നമ്മുടെ കൂടുതൽ ഇത്. പക്ഷെ എന്നാലും എന്തെങ്കിലും മെരാബിനെ തോപ്പിക്കാൻ ഒരു ചാൻസ് ഇത്തിരിയുണ്ടെങ്കിൽ അത് ഉമാറിനായിക്കോളൂ. കാരണം 2 റൗണ്ട്സ് ആണ് മെരാബായിട്ട് ഉമാർ ജയിച്ചത്. ഇത് സാധാരണ ആൾക്കാരൊന്നും അങ്ങനെ ഇപ്പൊ ജയിക്കാറൊന്നുമില്ല. അപ്പൊ അതൊരു നല്ല ഉമാറിന്റെ പെർഫോമൻസിനെ പറ്റി എത്ര പറയാൻ, ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു. നല്ല റെസ്ലിംഗ്, 2-3 സ്ക്രാംബ്ലിന്ന് ഒരു ടോ ഹോൾഡിൽ നിന്ന് എസ്കേപ്പ് ഇട്ട്, പിന്നെ ആകെയുള്ളത് ബാറ്റിസ്റ്റയുടെ ഒരു നീ കൊണ്ടുവന്ന് ബബിളായി. പക്ഷെ അത് അപ്പൊ തന്നെ റിക്കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ ബാക്ക് ടേക്ക് ചെയ്ത് ഗ്രൗണ്ടിലോട്ട് ട്രിപ്പിംഗ് ഒക്കെ ഒരു രക്ഷയില്ലട്ടാ. സാംബോന്റെ അടുത്ത് ശരിക്കും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടോമണ്ണന്റെ അവറുകളുടെ ഗൈസ്, ഞാനൊരു ജോൺസ് ഫാനാണ്, ബിഗ്ഗസ്റ്റ് ജോൺസ് ഫാനാണ്. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ബയസ് അല്ലാണ്ട് എന്റെ ആ ജോൺസ് ഫാനിസം ഇല്ലാണ്ട് പറയാൻ നോക്കാം ഈ കാര്യം. ഇതെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടോമിന്റെ ഈ ഐപ്പോക്ക് അത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇങ്ങനത്തെ സിമിലർ ഐപ്പോക്ക് വേറെ ആൾക്കാർക്ക് കിട്ടിയിട്ട് അവർ കണ്ടിന്യൂ ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അതൊന്നും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നില്ല. ഇതൊരു ബെൽറ്റ് ഓണിലെ ഇപ്പൊ സിറിൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാല, ഹയസ്റ്റ് ഇപ്പൊ ബെസ്റ്റ് കിക്ക് ബോക്സർ ഇൻ ഹെവി വെയ്റ്റ് ഡിവിഷനിലെ ബെസ്റ്റ് കിക്ക് ബോക്സർ ഗെയിൻ തന്നെയാണ്. ഗെയിന്റെ ആ സ്റ്റൈലും മൂവ്മെന്റും ഇത്തിരി പണിയാണ്. അപ്പൊ ടോമാസ് ഫിനാലിന്റെ 1-2 സ്റ്റൈല് ഇങ്ങനെ ഈ കോംപ്രമൈസ് ആയിട്ട് ഗെയിനെ കൂടി ഫൈറ്റ് ചെയ്താൽ ചിലപ്പോ KO ആയിപ്പോവും, അല്ലെങ്കിൽ TKO ആയിപ്പോവും. അപ്പൊ അങ്ങനെ കോംപ്രമൈസ് ആയിട്ടുണ്ടെങ്കിൽ അത് തുടരണേൽ കാര്യമില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ കാര്യമില്ല. കാരണം അത്രയും ടഫസ്റ്റ് സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിട്ട് ഇങ്ങനെ കോംപ്രമൈസ് ആയി വെച്ച് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ടോമിനെതിരെയുള്ള ക്രിറ്റിസിസം ഒക്കെ വന്നിരിക്കണമെന്ന് വെച്ചാൽ ആ ഫൈറ്റ് എത്ര നേരം ജയിച്ചുകൊണ്ടിരുന്ന ഗെയിനാണ്. കാരണം എല്ലാരും ഗെയിനെ എഴുതി തള്ളണ ആൾക്കാർ, ഗെയിൻ ഒന്നുമല്ല, ഇതാണ് ഗെയിൻ ഒന്നുമല്ല, അങ്ങനെ എഴുതി തള്ളണ ആൾക്കാർ. അപ്പൊ അങ്ങനെ ഇരിക്കണതിന്നാണ് ഇപ്പൊ ടോം ഒന്ന് ബ്ലഡിയായി ഔട്ട് പോയിന്റ് ചെയ്ത് ആ ജാബൊക്കെ ഒന്ന് കൊണ്ട് ഗെയിൻ നല്ല അടിപൊളിയായിട്ട് ഇംപ്രസീവ് പെർഫോമൻസ് ചെയ്ത്. പക്ഷെ ഐപ്പോക്ക് വന്നപ്പോ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോ ഗെയിൻ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഫൈറ്റ് ആയിരുന്നുകൊണ്ടാണ് ആൾക്കാർക്ക് ഒരു ഇത് വന്നേക്കണം. പക്ഷെ അത് ടോമിനോ മാത്രം പറയാൻ പറ്റുള്ളൂ എന്തോ ഒരു കോംപ്രമൈസ് ആയിരുന്നു. കാരണം ചിലപ്പോൾ ടോം ഒരിക്കലും റിസ്ക് എടുക്കാത്ത ആളായിരിക്കും, അങ്ങനത്തെ ഒരു വേരിയേഷൻ.
പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജിറീനെ പോലത്തെ ഇപ്പൊ ജിറി ഒരു പോസ്റ്റ് ഫൈറ്റിൽ പറഞ്ഞായിരുന്നു ജിറിയുടെ കണ്ണുകുത്തിയിട്ട് എന്താണ് കണ്ണുകുത്തിയാ നിങ്ങൾ ഐപ്പോക്ക് ചെയ്താൽ കണ്ടിന്യൂ ചെയ്തല്ല. അപ്പൊ ആ ജിറി പറഞ്ഞു എനിക്ക് ഐപ്പോക്ക് ഇട്ട് എനിക്ക് കണ്ണ് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ കണ്ടിന്യൂ ചെയ്യും. കാരണം ജിറി അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഫൈറ്ററാണ്. അപ്പൊ മനസ്സിലായി അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഫൈറ്റേഴ്സ് ഉള്ളപ്പോഴാണ് ജിറി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. 18 ദിവസം ഇരുട്ടത്തിരുന്ന് 19 ദിവസം വിളിച്ച കണ്ട് മേടിച്ചാളാ. അപ്പൊ പെട്ടെന്ന് ജിറീനെ നമുക്ക് ആ ഒരു പേര് പറഞ്ഞ് ജഡ്ജ് ചെയ്യാനും പറ്റൂല. ജിറി എന്ത് കൈ ഓടിച്ച് കൈ ഇല്ലെങ്കിലും ഫൈറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു ഫൈറ്ററാണ്. പക്ഷെ അങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്മെന്റൊക്കെയാണ് ടോമിന് ഇത് കുറ്റമായിട്ട് തോന്നിയേക്കണം, കണ്ടിന്യൂ ചെയ്യായിരുന്നു. പിന്നെ ഇന്നൊരു ഫൈറ്റർ ഇതേപോലെ ഐപ്പോക്കാണ്. അത് ഒരു മൂവി പോലെയല്ലേ, ടോമാസ്പിനാളുടെ ടീമേറ്റ് ആയിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. സോ ആ ടീമേറ്റ് ആയിട്ടുള്ള ഫൈറ്റിൽ ടോമാസ്പിനാളുടെ ടീമേറ്റ് ഇവനെ ഐപ്പോക്ക് ചെയ്ത്, എന്നിട്ട് പുള്ളി കണ്ടിന്യൂ ചെയ്ത് പുള്ളി ടോമാസ്പിനാളുടെ ടീമേറ്റിനെ TKO ചെയ്ത്, എന്നിട്ട് ടോമാസ്പിനാളെ കോൾ ഔട്ട് ചെയ്ത്. എടാ എന്റെ കണ്ണും പോയി, ഞാൻ കണ്ടിന്യൂ ചെയ്ത്, എനിക്ക് നാണില്ല എന്നുള്ള സീനിൽ. ഇപ്പൊ ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻ ഉണ്ടാവുന്ന ടോമിന് പിന്നെയും ബാഡ് വന്നാ. പിന്നെ ഒരു എംബഡന്റെ വീഡിയോ ഉണ്ട്. എംബഡന്റെ വീഡിയോനകത്ത് ടോം ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇക്കടായിരുന്നു. എന്നിട്ട് ക്യാമറ എടുത്തുള്ളപ്പോൾ ടോം ഇത് ഇങ്ങനെ നോക്കി, അങ്ങനത്തെ ക്യാമറ പോയിട്ടുണ്ടോ അതറിയാൻ വേണ്ടി അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻ ഒക്കെ ടോമിന് എതിരായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ അതൊരു ടൈറ്റിൽ ഫൈറ്റ് ആയിരുന്നു. കണ്ണ് ഇത്തിരി കോംപ്രമൈസ് ആയിരുന്നു. അത്രയും ടഫസ്റ്റ് സ്റ്റൈലിസ്റ്റിക് അപ്പോണന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ നിർത്ത് കണ്ടിന്യൂ ചെയ്യണതും ലോജിക്കലാണ്. കാരണം കണ്ണ് വയ്യാണ്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ചിലപ്പോൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ പോയി. തോറ്റു കഴിഞ്ഞാൽ പിന്നെ ട്രോൾസിന്റെ കുന്നായിരിക്കും ടോമിന്. കാരണം ടോമിന് അത്രയും ഹൈപ്പ് കയറ്റി വെച്ചേക്കണം, ലെഫ്റ്റീസ് അത്രയും ഹൈപ്പിലാ വെച്ചേക്കണം. അപ്പൊ ടോമ് പറഞ്ഞിട്ട് കാര്യമില്ല. ടോമിന്റെ ആ ഒരു സിറ്റുവേഷൻ ടോമിന് മാത്രം അറിയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ഗീവ് അപ്പ് ചെയ്തതായിട്ടൊന്നല്ല, ലോജിക്കലായിട്ട് അത് ഒരു സിറ്റുവേഷൻ അതിലധികം പറയാണ്ടിരിക്കണതല്ലേ, അങ്ങനെ വിട്ടേക്ക്. പിന്നെ നമുക്ക് പറയാനുള്ളത് മണവാളന്റെ എന്ത് പറയും ഗായ്സ്. ഇപ്പൊ സംഭവം എന്താ പറയട്ടെ, ഇതിപ്പ ഞാൻ ഒരു മണവാളന്റെ കൂടെ ഫൈറ്റ് ചെയ്ത ബോക്സ് 3 മാസമായിട്ട് ട്രെയിൻ ചെയ്ത് MMA എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത 3 മാസമായിട്ട് തുടങ്ങിയ ഒരാൾ വെറുതെ പുള്ളിക്കൊന്നും ജാബോ ക്രോസോ ഹുക്കോ അപ്പർക്കോട്ടോ പ്രോപ്പറായിട്ട് ഒരെണ്ണം പോലും തോന്നി അറിയാത്ത ഒരാളായിരുന്നു മണവാളന്റെ അപ്പാണ്ടി. മണവാളനെ ചെയ്യാൻ അറിയാൻ പാടില്ല, അത് വേറെ കാര്യം. എന്നാലും അങ്ങനെ വന്ന ഒരാള് പറയണത് അയാളുടെ ട്രെയിനർ അയാളെ സ്പാറിങ് ആണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നാണ്. അത് എന്താണെന്ന് പരിശോധിക്കണം. കാരണം ഒരു ട്രെയിനറും അവരുടെ സ്റ്റുഡന്റിന് ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യാൻ വിട്ടു കൊടുക്കൂല. അപ്പൊ അവിടെ എന്താ നടന്നേക്കണേന്ന് ശരിക്കും ആ ട്രെയിനർക്ക് അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും സ്കില്ല് കുറഞ്ഞ ഒരാളാ, അതും പ്രോപ്പറായിട്ടൊരു മൂവ്മെന്റ് പോലും അറിയാണ്ടാണ് ഇവൻ ഫൈറ്റ് ചെയ്ത് ഇവൻ ജയിച്ചത്. ഇങ്ങനെ ജയിച്ചിട്ടുണ്ടായിരുന്ന ആ പ്രകടനം അത് കൊണ്ടിട്ടാണ് അവന്റെ അടുത്തിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പറഞ്ഞ ഡയലോഗ് എന്ത്. ഇപ്പൊ അൻഷു ജൂബിലി UFC പോയിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു ഫൈറ്റ് ജയിച്ചു കഴിഞ്ഞാൽ അൻഷു ജൂബിലിയുടെ ഫ്രണ്ട്സ് പറയണ ഓക്കെ, ഇത് അതേപോലെയാണ് മണവാളൻ ഇവിടെ പറഞ്ഞേക്കണ. ഇന്നേ വരെ ഫൈറ്റ് ചെയ്യാത്ത ഒരുത്തനെ പിടിച്ചിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് ഒരുത്തനെ പിടിച്ച് ചെയ്തിട്ട് ഇത് കണ്ട ഇത് വീട്ടിൽ ഇരുന്നാ കിട്ടൂല, റിങ്ങിൽ ഇറങ്ങി നേടിയതാണ്. ഒരു ഉളുപ്പൊരുത്തിരുന്ന ആണുണ്ടെങ്കിൽ അങ്ങനത്തെ പറയരുത്. കാരണം അങ്ങനെ ഒട്ടും സ്കില്ലില്ലാത്ത ഒട്ടും ഫൈറ്റ് ചെയ്യാത്ത ഒരാളാ ഫൈറ്റ് ചെയ്യാത്ത മണവാളം പോയി ഫൈറ്റ് ചെയ്തിട്ട് MMA അല്ല, അത് എന്തായിരുന്നു അത് ഇങ്ങനത്തെ സ്റ്റെപ്പ് ഇങ്ങനെ എന്താണ് MMA അല്ല, വേറെ സംഭവം വരുന്നത്. പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്പോർട്ടാണെന്ന് എനിക്ക് തോന്നണം. അപ്പൊ അത് ഭയങ്കര ബാഡ്. അങ്ങനത്തെ ഒരു ജയിച്ചിട്ട് ആ ജയിച്ചത് ഇവന്റ് ഒന്നും അല്ല പ്രശ്നം, ജയിച്ചു കഴിഞ്ഞിട്ട് കാണിച്ച പ്രകടനം, അച്ചീവ്മെന്റ്, കേരള MMA ചാമ്പ്യൻ എന്ന് പറഞ്ഞ് കാണിച്ച ആ പ്രകടനം, അതൊക്കെ ഭയങ്കര ബോറായിരുന്നു. ബോറെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തരിച്ചു കയറും അത് പിന്നെയും കണ്ടു കഴിഞ്ഞാൽ. അതിലോട് മാത്രം എനിക്ക് വിയോജിപ്പുള്ളൂ. ഭയങ്കര മോശമായിരുന്നു ശരിക്കും പറഞ്ഞ. ഇതിക്കുള്ള എന്ത് പറയാനാ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ, ഷോർട്ടാണ്, അധികം ഒന്നും നീട്ടണില്ല. ഇസ്ലാമും JDMന്റെയും കാര്യം പിന്നെ ഇസ്ലാമും JDMും ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ നിങ്ങളും ഞാനും എല്ലാരും ഈ ഫൈറ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. കാരണം എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇസ്ലാം 100% ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, JDM ജയിക്കുമെന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാം ഇസ്ലാമിനെ JDM തോപ്പിക്കാനും ഒരു ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഒരു പ്രത്യേക ടൈപ്പ് ബോക്സറാണ്. ഇപ്പൊ ഇലിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോർട്ട് അല്ലേ ഇലിയുടെ കോമ്പും, JDM എന്ന് പറഞ്ഞില്ലേ ലെങ്തിയുമാണ്. അവന്റെ ലെങ്താണ് ഉപയോഗിക്കാറ്, അവന്റെ പഞ്ചക്കറുണ്ട ഇതിങ്ങനെ നീട്ടി പഞ്ചെറിഞ്ഞ മനസ്സിലായ. ഹുക്കൊക്കെ ആണെങ്കിലും നീട്ടി ടു ദ ബോഡി ടു ദ ഹെഡ് അപ്പ ഹുക്കൊക്കെ എറിഞ്ഞ് മനസ്സിലായി. ഒരു പ്രത്യേക സ്റ്റൈലിസ്റ്റിക് ഫൈറ്ററാണ്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു ഡീപ്പ് ക്വസ്റ്റ്യൻ,
ഹൗ പ്രിപ്പയർഡ് ഇസ് JDM. കാരണം JDMന്റെ ആശാനവറുകളായ ക്രെഗ് ജോൺസ് അയാള് ഡാഗസ്ഥാനി സിസ്റ്റം ബ്രേക്ക് ചെയ്യാനുള്ള ഗ്രാപ്ലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കുറെ ഡയലോഗ് അടിച്ചായിരുന്നു. അപ്പൊ ഈ ഫൈറ്റ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയത് ഇസ്ലാമിനെ പോലത്തെ ജെയ് റെസ്ലിംഗ് ഇല്ലാത്ത ആളാണെങ്കിലും ബെലാലി, അമേരിക്കൻ റെസ്ലറായ ബെലാലായിട്ട് അത്യാവശ്യം കൂളായിട്ട് എല്ലാം ഡിഫെൻഡ് ചെയ്ത് സ്റ്റഫ് ചെയ്ത് അത്ര ഡോമിനന്റ് പെർഫോമൻസ് ഇട്ടത് കൊണ്ടാണ് JDMന്റെ ഈ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്ത് ഈ ഫൈറ്റ് ചെയ്ത് ഇൻക്രീസ് ആയത്. പക്ഷെ നമ്മൾ ഒരു കാര്യം കഴിക്കണം, ഇസ്ലാമായിട്ട് വരുമ്പോ ഇസ്ലാമിന്റെ ജൂഡോയും ചെയിൻ റെസ്ലിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. പിന്നെ ബെലാലല്ല ഇസ്ലാം അറിയാല്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ക്രെഗ് ജോൺസ് ആയിട്ട് 2-3 മാസം മൊത്തം വർക്ക് ചെയ്തേക്കണ അവര് ഫുള്ളി ഡിഫെൻസീവിനാണ്. പക്ഷെ ഡിഫെൻസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ മറന്നു, അങ്ങനത്തെ അവസ്ഥയോ ഇനി അറിയില്ല. ടൈനോ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന് ഫൈറ്റ് ചെയ്ത് തോറ്റു വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന് അങ്ങനത്തെ ഒരു ഇതായി പോകുമെന്ന് അറിയില്ല ഈ ഫൈറ്റ്. അപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ പക്ഷെ കുറച്ച് മുൻപൊക്കെ ഇസ്ലാമിനോട് കൊടുക്കും. കാരണം ഇസ്ലാം അത്രയും നമ്മളെ തെളിയിച്ചേക്കുന്ന ആളാണ്. അത്രയും സ്കിൽ ഇപ്പൊ സ്ട്രൈക്കിങ്ങിലാണെങ്കിലും ഓൾമോസ്റ്റ് എബോവ് ആവറേജ് അല്ലെങ്കിൽ റിയലി ഗുഡ് സ്ട്രൈക്കിംഗ് ഉള്ള ഒരാളാണ്. പക്ഷെ റെസ്ലിംഗും ഗ്രാപ്ലിംഗും പറയണ്ടല്ല, ഇപ്പോഴും ബെസ്റ്റ് ടോപ്പ് ഗെയിം ഉള്ളത് ഗ്രാപ്ലിംഗ് വൈസ് ചാൾസ് ഒലിവറിനെ പോലെ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ചാൾസ് ഒലിവർ സാധാരണ ആൾക്കാരെ ചെയ്യണം. കാര്യം ഇസ്ലാം അടിയിൽ ചാൾസ് ഒലിവറായിട്ട് ചെയ്തു. അപ്പൊ ഇസ്ലാമിന്റെ ലെവൽ എന്താ നമുക്ക് അറിയാല്ല ഗ്രാപ്ലിംഗിലും. പിന്നെ ആ സ്ട്രെങ്ത്തും ഇനിയിപ്പോ ഒബ്വിയസ്ലി നല്ല ബിഗർ ആയിട്ടുണ്ട്. ഇനി ഒരിക്കലും 155 തിരിച്ചു പോരെന്നാ പറഞ്ഞേക്കണം. കാരണം അത്രയും വെയിറ്റ് ഗെയിൻ ചെയ്ത് ഇലിയായിട്ട് ഒരിക്കലും 155 ഫൈറ്റ് ചെയ്തെന്ന് ഇസ്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിനെതിരെ കുറെ ആക്ഷേപമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് യോജിക്കുന്നു. കാരണം ഇത്രയും വെയിറ്റ് ഗെയിൻ ചെയ്തിട്ട് ഇനി വെയിറ്റ് കട്ട് ചെയ്ത് 155 പോകണതില്ലേ, ഭയങ്കര കോംപ്രമൈസിങ് ആണ്, ഭയങ്കര വീക്കാണ്. ജോയിൻസ് ജൂനിയർ ഇതേപോലെ ഹെവി വെയിറ്റിലോട്ട് ജമ്പ് ചെയ്യാനൊക്കെ നോക്കിയാറുണ്ട്. എന്നിട്ട് ഒരു ഫൈറ്റ് ചെയ്തിട്ട് തിരിച്ച് ലൈറ്റ് വെയിറ്റിലോട്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഒരു KO ലോസ് ആയി. അപ്പൊ ബിഗ് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ട് മസിൽ ലോസോടെ തിരിച്ചു വന്നൊക്കെ ഭയങ്കര പണിയാണ്. അപ്പൊ ഇസ്ലാം ആ ഒരു 155 ഇനി ഫൈറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ തീരുമാനത്തോടെ എനിക്കൊരു വിയോജിപ്പില്ല. കാരണം അത് ലോജിക്കലാണ്. പ്രത്യേകിച്ച് അത്രയും മസിൽ ലോസ് ഒക്കെ ആയിട്ട് ഇല്ലേട്ടിപ്പൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് അത് പണിയാണത്. അപ്പൊ ഞാൻ ആ ഒരു ഡിസിഷനെ എതിര് പറയണില്ല. അപ്പൊ ഇസ്ലാം അത്രയും ബിഗർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോഴും ഒരു സ്ലൈറ്റ്ലി ഇത് ഇസ്ലാമിന് തന്നെ കൊടുക്കണത്. പിന്നെ ഈ ഫൈറ്റിന്റെ ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ എന്തായാലും ഈ ഫൈറ്റിന് തൊട്ട് മുമ്പ് നമുക്ക് ഇടുന്നതായിരിക്കും. അപ്പൊ ചെറിയ ഷോർട്ട് വീഡിയോ ആണ്, ഇത്ര ഉണ്ടായുള്ളൂ ഗൈസ്. അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.